ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് മിന്നൽ ചുഴലി നിരവധി മരങ്ങൾ കടപുഴങ്ങി പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി. വിവരങ്ങളുമായി ലിവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും ചേരുന്നത്. ലിവിൻ, എപ്പോഴാണ് മിന്നൽ ചുഴലി രൂപപ്പെട്ടത്? എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്? വിവരങ്ങൾ. അരുണ്യ, നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് മിന്നൽ ചുഴലി ഉണ്ടായതും ഗുരുവായൂർ ഇരിങ്ങപ്പുറം അടക്കമുള്ള മേഖലകളിൽ കാറ്റ് വീശി വ്യാപകമായി നാശനഷ്ടമുണ്ടായതും വൈദ്യുതി ബന്ധമടക്കം ഇതിനോടകം തകരാറിലാണ്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ അടക്കമുള്ള നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന അടക്കമുള്ള ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാശനഷ്ടങ്ങളോ വീടുകൾക്കുണ്ടായ കേടുപാടുകളോ ഇതിനകം മനസ്സിലാക്കാനായിട്ടില്ല. ഗുരുവായൂർ നഗരസഭ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അടക്കം പോലീസിനുമായി ചേർന്ന് ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വൈകിട്ട് 7:30യോടുകൂടിയാണ് ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ കാറ്റ് വീശുന്നത്. പെട്ടെന്നുണ്ടായ കാറ്റ് ഒരു 2 മിനിറ്റ് നേരം മാത്രമാണ് നീണ്ടു നിന്നതെങ്കിലും വലിയ നാശനഷ്ടം തന്നെ മേഖലയിൽ സംഭവിച്ചു എന്നുള്ളതാണ് പ്രാദേശികമായിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ മാളയിലും അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുടയിലും അടക്കം ഇത്തരത്തിൽ മിന്നൽ ചുഴലി ഉണ്ടാക്കി ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. മരങ്ങൾ കടപുഴകി വൈദ്യുതി ബന്ധം തകരാറിലാകുന്നതും അതോടൊപ്പം തന്നെ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നതും റൂഫ് ടോപ്പുകൾ അടക്കം പറന്നു പോകുന്നതുമായിട്ടുള്ള സംഭവങ്ങളാണ് ചുഴലിയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ ഉണ്ടായത്. അതുതന്നെയാണ് ഗുരുവായൂരിലും ആവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുണ്യ, വൈകിട്ട് 7 മണിയോടെയാണ് ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് മിന്നൽ ചുഴലി ഉണ്ടായത്. വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. സ്ഥലത്ത് പോലീസ് അടക്കം പരിശോധന നടത്തി വരികയാണ്. ലിവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.